റെറ്റിന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ പിശാചിൻ്റെ ബന്ധനം, അറ്റാക്കുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു. അതിൽ നമ്മൾ സംസാരിച്ച ഇതാണ്: ദൈവം നമ്മളെ വീണ്ടെടുത്തു, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, വെളിച്ചത്തിൻ്റെ മക്കളാക്കി വെച്ചിരിക്കുന്നു, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അധികാരത്തിലേക്ക് മാറ്റി. നാം ഇനി ഇരുട്ടിനുള്ളവരല്ല, വെളിച്ചത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് നമ്മൾ പിശാചിനെക്കുറിച്ച്, അവൻ്റെ അധികാരത്തെക്കുറിച്ചൊന്നും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ദൈവം ചുറ്റും ദൂതന്മാരുടെ കാവലും പ്രൊട്ടക്ഷനും തന്നിട്ടുണ്ട്. അന്ധകാരത്തിൽ നിന്ന് നമ്മൾ ബൈ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് ഒരുപാട് സംശയമുണ്ട്, അല്ലേ? നമുക്ക് വീണ്ടും സംശയമാണ്. പിശാച് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഇത് പിശാച് ചെയ്താന്ന് പറയും, അല്ലേ? ഒരു രോഗം വന്നാൽ പോലും അങ്ങനെ പറയും, പിശാച് ചെയ്താണ്. അല്ലെങ്കിൽ ഒരു ആപത്ത് വന്നാൽ അത് പിശാച് കൊണ്ടുവന്നതാന്ന് പറയും. നമ്മൾ ട്രാഫിക് റൂൾ തെറ്റിച്ച് വണ്ടി ഓടിച്ചു പോയി ഒരു ആക്സിഡൻറ്റ് പറ്റിയില്ല, അത് ട്രാഫിക് റൂൾ തെറ്റിച്ചത് എൻ്റെ പ്രോബ്ലമാണ്, ഞാനത് ചെയ്തുകൊണ്ടാണ് ആക്സിഡൻറ്റ് പറ്റിയത്. എന്നിട്ട് പിശാചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് നമ്മൾ ബുദ്ധിയോട് ചെയ്യാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചു, അത് ചെയ്തില്ല. അങ്ങനെയാണ് അപകടം വന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, ദൈവം മോശയോട് വെളിപ്പെട്ടിട്ട് മോശയോട് പറഞ്ഞു, നീ ഇസ്രായേൽ മക്കളെ വിടുവിക്കണമെന്ന് പറഞ്ഞു. തടിച്ച നാവാണ്, എനിക്ക് സംസാരിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ മോശ പറഞ്ഞപ്പോഴാണ് ദൈവം പറഞ്ഞ എന്താണ്? കുരുടനെയും ഊമനെയും എല്ലാവരും ഇങ്ങനെയുള്ള അംഗവൈകല്യങ്ങളൊക്കെ സൃഷ്ടിച്ചത് ഞാനല്ലേ എന്ന് ദൈവം ചോദിക്കുന്നത്, അല്ലേ? അതിന് നമ്മളവിടെ പറയാം പിശാചാണ് അത് ചെയ്തതെന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, അവൻ്റെ അപ്പനും അമ്മയും ചെയ്ത പാപത്താലല്ല അവൻ ഈ അസുഖം അല്ല ഇത് വന്നത് എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാനായിട്ടാണ് അത് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു രോഗം വരുമ്പോഴേ, ഒരു പ്രയാസം വരുമ്പോഴേ അത് പിശാച് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് പിശാചിന് മഹത്വം കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. എപ്പോഴും അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത്. 2 കൊരിന്ത്യർ 2:11 പറയുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുതേ, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവൻ ഈ തന്ത്രങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തിയാണ്. അത് നമുക്കറിയാം. തന്ത്രങ്ങൾ യേശുവിനെ പോലും പരീക്ഷിച്ചു സാത്താൻ വന്നിട്ട്. അവൻ തന്ത്രങ്ങൾ കൊണ്ടുവരായിരുന്നു. യേശുവിന് വിശപ്പുണ്ടെന്ന് മനസ്സിലാക്കി തന്നെ ആദ്യം കല്ലിനെ അപ്പം ആക്കാനായിട്ട് പറഞ്ഞു. യേശുവിൻ്റെ ദൗത്യം മനസ്സിലാക്കി, എന്നെ അങ്ങോട്ട് നമസ്കരിച്ചാൽ നിൻ്റെ ദൗത്യം ഞാനങ്ങ് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. എന്താണ് നമ്മുടെ പർപ്പസ് എന്ന് പിശാച് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പിശാച്, അതാണ് തന്ത്രം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് എന്നുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കണം. എന്ത് വന്നാലും ഉടനെ പിശാച് കൊണ്ടുവന്നു. ശരിയാണ്, ദൈവം ഒരിക്കലും അനീതി കൊണ്ട് നമ്മളെ പരീക്ഷിക്കത്തില്ല. ദൈവം ഒരിക്കലും അനീതി കൊണ്ട് നമ്മളെ പരീക്ഷിക്കത്തില്ല. ദൈവം പരീക്ഷിച്ചാൽ അതിനുള്ള ടെസ്റ്റാണ്, ടെംപ്റ്റ് അല്ല, ടെസ്റ്റ്. ദൈവം പരീക്ഷിച്ചാൽ അതിനുള്ള നീക്കുപോക്കും ദൈവം തരും. ചില പരീക്ഷകൾ കൂടി കടന്നു പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് സമയം കിട്ടുമെങ്കിൽ ഇന്ന് പറയാം, അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ പറയാം. അതുകൊണ്ട് എനിക്ക് സംശയം ഉണ്ടാകുന്നത് എന്താണ്? എനിക്ക് സംശയം ഉണ്ടാകുന്നത് ഈ ലോകത്തിലെ എൻ്റെ ബോഡി, ശരീരം, അല്ല എൻ്റെ മനസ്സ്, അതിൽ വരുന്ന ചില സാഹചര്യങ്ങൾ, വരുന്ന ചില പിരിമുറുക്കങ്ങളും ചില നെഗറ്റീവ്സും വരുമ്പോഴേ ഞാൻ എപ്പോഴും പിശാചിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, പിശാചിന് സന്തോഷമാണ്, അവൻ ദൈവത്തിൻ്റെ മകനാണെന്ന് പറഞ്ഞാൽ എൻ്റെ ശക്തിയെക്കുറിച്ച് അവൻ എപ്പോഴും എന്നെ ഇങ്ങനെ ഞാൻ ശക്തിമാനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ എന്ന് പിശാച് ഇങ്ങനെ ചിന്തിക്കും. അതുകൊണ്ട് പിശാചിന് മഹത്വം കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മറന്നു പോകുന്നത്. ലെറ്റ് ഇറ്റ് ബി ദെയർ, അതവിടെ ആയിക്കോട്ടെ, അവൻ്റെ തന്ത്രമാണ് നമ്മൾ മനസ്സിലാക്കുക. ഉത്തമഗീതം 4:12 നാം കെട്ടിയടയ്ക്കപ്പെട്ടൊരു തോട്ടമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. എൻ്റെ സഹോദരി, എൻ്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്നൊരു തോട്ടം, അടച്ചിരിക്കുന്നൊരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്നൊരു കിണർ. എൻ്റെ കാന്ത, നമ്മൾ കർത്താവിൻ്റെ സഭയും കർത്താവ് മണവാളിനും മണവാട്ടിയുമായിട്ടുള്ളൊരു ചിന്തയിൽ നമ്മളിത് എടുത്ത് ചിന്തിച്ചാൽ, എൻ്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്നൊരു തോട്ടം, അതാർക്കും തന്നെ അതിനകത്തേക്ക് പ്രവേശനമില്ല.
പ്രൊട്ടക്ഷനാണ്. പിശാചി എന്ന് ഇയ്യോബിൻ്റെ കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുമ്പോൾ, നീ അവന് ചുറ്റും വേലി കെട്ടി അടച്ചിരിക്കുക, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ വലിയൊരു പ്രൊട്ടക്ഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവരിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്, അല്ലെ? ആത്മാവ് വസിക്കുന്നുണ്ട്. യേശു പറയുന്നു പിതാവും പുത്രനും അവനിൽ വസിക്കുന്നു. അതിന് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോഴേ, ഈ ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇരിക്കുമ്പോഴേ അതിന് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പ്രസൻസും ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ വലത്തും ഇടത്തും ദൈവത്തിൻ്റെ ദൂതനെ ആക്കിയിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാച് നമ്മളെ തോൽപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. ദൈവിക പ്രമാണത്തിൽ നിന്ന് നമ്മെ പുറത്ത് ചാടിക്കരുത് എന്നാണ് പിശാച് നമ്മളെ തോൽപ്പിക്കരുത് എന്ന് പറയുന്നതിനർത്ഥം. ദൈവിക പ്രമാണത്തിൽ നിന്ന് നമ്മളെ പുറത്ത് ചാടിക്കരുത്. പുറത്തു നിന്ന് അറ്റാക്ക് ചെയ്യും. എന്തിനാണ്? ദൈവിക പ്രമാണത്തിൽ നിന്ന് പുറത്ത് ചാടിക്കാൻ അവൻ തന്ത്രങ്ങൾ പറയും. നമ്മൾ കൃപയിൽ ആശ്രയിച്ച് നിൽക്കുകയാണ്. നമ്മുടെ കഴിവല്ല, നമ്മുടെ ജഡം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ശരീരം കൊണ്ട് നമ്മളിൽ വസിക്കുന്ന പാപം, ആ പാപത്തിൻ്റെ പ്രകൃതം, നേച്ചർ, അത് മാറ്റപ്പെട്ടെങ്കിലും പലപ്പോഴും അത് ഉള്ളിൽ വന്ന് കുത്തിക്കൊണ്ടിരിക്കും. ചില കാര്യങ്ങളൊക്കെ നേരത്തെ സംസാരിച്ചാണ്, വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചാണ്. അവൻ തന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മളെ ദൈവിക പ്രമാണത്തിൽ നിന്ന് നമ്മളെ പുറത്ത് ചാടിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് കൃപയിൽ നിൽക്കുന്നിടത്തോളം നമുക്കൊരിക്കലും പ്രശ്നം ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ വലിയ പ്രൊട്ടക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്ന പാപം ഏറ്റുപറയുന്ന കാര്യമൊക്കെ പറയുന്നത്. ഉടൻ തന്നെ, അപ്പോൾ തന്നെ പാപത്തിൽ വീണു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അതങ്ങ് ഏറ്റുപറഞ്ഞാൽ അവിടെ ഒരു പടി ഉയരുകയാണ്. ആ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു പടി ഉയരുകയാണ്. ആ രീതിയിലാണ് നമ്മൾ വിജയം ഏറ്റെടുക്കേണ്ടത്. 2 കൊരിന്ത്യർ 11:2 ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. പൗലോസ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കൊരിന്ത്യ സഭയോട് എഴുതുമ്പോഴേ. നിശ്ചയം കഴിഞ്ഞ മണവാട്ടിയാണ് എന്ന് പറഞ്ഞാൽ യേശുവിനോട് ചേരുവാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിക്കുവാനായിട്ട് വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ വാക്ക് നിങ്ങൾ അനുസരിക്കാതെ ആ ഹവ്വ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹവ്വ പഴം കഴിക്കാമെന്ന് തീരുമാനിച്ചത് അവൾ ദൈവത്തിൻ്റെ കൺട്രോളിലുള്ളപ്പോഴാണ്. അവിടെ ഒരു ഫ്രീ വില്ലുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ്. ഒരു ഫ്രീ വില്ലുണ്ടായിരുന്നു, അവൾക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു. എന്നാൽ അവൾ ദൈവത്തിൻ്റെ കൺട്രോളിൽ, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഏദൻ തോട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ തേജസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് പഴം പറിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോഴവിടെ പാപം പ്രവേശിച്ചിരുന്നില്ല. ശ്രദ്ധിക്കുക, അവിടെ പാപം അപ്പോഴവിടെ പ്രവേശിച്ചിരുന്നില്ല. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് പിശാചിൻ്റെ കസ്റ്റഡിയിലോട്ട് മാറിയത്. ദൈവത്തിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ പാപത്തിൽ വീഴാനുള്ള ഒരു സംഭവം അവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ പാപത്തിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഉപായം കൊണ്ടാണ് വരുന്നത്. പിശാച് ആ ഉപായം കൊണ്ടുവരും. നിങ്ങൾ ഏത് നേച്ചർ ഉള്ളതാണെന്ന് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ നേച്ചറിനെ ഖണ്ഡിക്കാനുള്ള ഉപായമാണ് കൊണ്ടുവരുന്നത്. എല്ലാവർക്കും എല്ലാ ഉപായം ഫലിക്കത്തില്ല. ചില ആളുകൾക്ക് ചില പർട്ടിക്കുലറായിട്ടുള്ള ചില താല്പര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. ആ താല്പര്യങ്ങൾ അവൻ മനസ്സിലാക്കിക്കൊണ്ട്
ആ ഗേറ്റ് വേയിൽ കൂടി നിങ്ങളെ തന്ത്രത്തിൽ കുടുക്കാനായി അവൻ വരും. അപ്പോൾ കൃപയിൽ നിന്ന് നിങ്ങൾ വീണുപോകുമോ? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ടത്. യേശുവിൻ്റെ മരണത്താൽ ഈ പാപം റിവേഴ്സ് ചെയ്യപ്പെട്ടു. എന്നാൽ അവൻ ഉൽപ്പത്തി പുസ്തകത്തിൽ ഉപയോഗിച്ച തന്ത്രം വീണ്ടും ഉപയോഗിക്കുമോ എന്ന് പൗലോസ് ഇവിടെ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് പിശാച് പല തന്ത്രങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി നിങ്ങൾ വീണുപോയി കൃപയിൽ നിൽക്കാതെ അത് നഷ്ടപ്പെടുത്തി കളയുമോ എന്ന് പൗലോസ് ഭയപ്പെടുന്നു. ഇതൊന്നും സീരിയസ് ആയിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളത് സത്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഒഴുക്കൻ മട്ടിൽ, ഒരു പൊത്തുപൊരുത്തത്തിൽ, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് മെത്തേഡിൽ നിനക്കും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല എന്നുള്ള. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അതിൽ കോസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവൻ ശരിയായി ജെനുവിനായിട്ട് രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആദിമസഭയിൽ നമുക്കറിയാം, ക്രിസ്ത്യന് അവിടെ ജീവൻ കൂടി അതിനുവേണ്ടി കൊടുത്തതായിട്ട് കാണുന്നു. അനേകം വിശ്വാസികളെ ചുട്ടുകളഞ്ഞതായിട്ട് കാണുന്നു. അനേകം വിശ്വാസികളെ മൃഗത്തിൻ്റെ മുമ്പിൽ പിടിച്ചിട്ട് കൊന്നു. അവർ വിശ്വാസം ഏറ്റു പറഞ്ഞ് ത്യജിച്ച് കളഞ്ഞില്ല. കാരണം അവർ കോസ്റ്റ് കൊടുക്കാൻ പ്രിപ്പയർഡായിരുന്നു. ഇത് നിസ്സാരമായിട്ട് നോർത്ത് ഇന്ത്യയിലെ, വടക്കേ ഇന്ത്യയിലെ 2 പാസ്റ്റേഴ്സിനെ പിടിച്ച് ജയിലിലിട്ടു, അല്ലെങ്കിൽ 2 പാസ്റ്റേഴ്സിനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് നിസ്സാരവൽക്കരിക്കുകയല്ല ഞാൻ പറഞ്ഞ്. അതിലും വലിയ പീഡ ആദിമ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജീവപര്യന്തോളം അതുകൊണ്ട് വിശ്വസ്തരായിരിക്കാനായിട്ടാണ് പറഞ്ഞത്. പിശാച് ഇന്നും പല രീതിയിലെ പലതരമായിട്ടുള്ള ടെക്നിക്സ്, തന്ത്രങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ കൊണ്ടുപോകും. പിശാചിൻ്റെ വഴികളെക്കുറിച്ച് 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. പിന്നെയും എനിക്ക് തോന്നുന്നത് ഇത് തീരത്തില്ല, ഒരു എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. പിശാചിൻ്റെ വഴികളെക്കുറിച്ച് നമ്മളിത് ചിന്തിക്കുക. ഒന്ന്, അവൻ്റെ ഒരു തന്ത്രം. ഞാൻ ഒരുപാട് തന്ത്രങ്ങളുണ്ട്, എന്നാൽ പ്രധാനമായിട്ടുള്ള ഒരു തന്ത്രം പറയാം. കാരണം ഓരോ വ്യക്തികളുടെയും നേച്ചർ അനുസരിച്ചാണ് തന്ത്രം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാൻ ആദ്യം പറയുന്ന ഉദാഹരണം, ദ്രവ്യാഗ്രഹം കൊണ്ടുവരുന്നു, പിശാച് കൊണ്ടുവരുന്നു. കാരണം ഈ പണത്തോടുള്ള ആർത്തി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ കൂടുതലാണ്. അതിന് കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് പണത്തോടുള്ള ആർത്തി, ഓഫർ. പല ഓഫറുകൾ കൊണ്ടുവരും പണം സമ്പാദിക്കാനായിട്ട്. 1 തിമോത്തിയോസ് 6:10 പറയുന്നത് ഇങ്ങനെയാണ്: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ, ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടിഴന്ന് ബഹുദുഃഖങ്ങൾ അധീനരായിത്തീരും. ഇവിടെ കാണുന്ന വിശ്വാസത്തിലായിരുന്നു, എന്നാൽ അത് വിട്ടുഴലുക. എന്തുകൊണ്ടാണ് വിശ്വാസം വിട്ടുഴലുന്നത്? ദ്രവ്യാഗ്രഹം. പണം അതിൽ തന്നെ തെറ്റൊന്നുമില്ല, എന്നാൽ എങ്ങനെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ള ചിന്ത അത് വന്നിട്ട് സകല ദോഷത്തിനും അത് കാരണമായി തീരുകയാണ്. ഇപ്പോൾ യേശുവിനെ പിശാച് പരീക്ഷിച്ചു. അങ്ങനെയാണ്, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ലോകത്തിൻ്റെ മുഴുവൻ പ്രതാപം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അത് ആ രീതിയിലുള്ളൊരു പരീക്ഷണമായിരുന്നു. പവർ, ജഡമോഹം, കൺമോഹം, ജീവനത്തിനുള്ള പ്രതാപം, ഇതെല്ലാം അതിനകത്തുനിന്ന് വരുന്നതാണ്. ദ്രവ്യാഗ്രഹം കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെ പർപ്പസ്, ദ്രവ്യത്തിൻ്റെ പർപ്പസ്, പണത്തിൻ്റെ പർപ്പസ് ഇതൊക്കെയാണല്ലോ. ഒന്ന് ഈ പവർ കൊണ്ടുവരിക, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, എൻ്റെ കണ്ണിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇത് പിശാചിൻ്റെ ഒരു ഗേറ്റ് വേ ആണ്. ഒരുപാട് ഗേറ്റ് വേ ഉണ്ട്. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമുക്കറിയാം, ഏലീശയുടെ ശിഷ്യൻ ഗേഹസി ഉത്തമ ശിഷ്യനായിരുന്നു. ഏലീശ കഴിഞ്ഞിട്ട് അടുത്ത ആളായിട്ട്, എന്ന് ഏലിയാവിൻ്റെ അടുത്ത ജനറേഷനിലാണ് ഏലീശ വന്നത്. ഏലീശ കഴിഞ്ഞിട്ട് വരേണ്ടത് ഗേഹസിയായിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അവൻ കുഷ്ഠരോഗിയായി. അനന്യാസ് സഫീറ, പുതിയ നിയമത്തിലെ ആദ്യത്തെ പാപം, എഴുതപ്പെട്ടിരുന്ന ആദ്യത്തെ പാപം, പരിശുദ്ധാത്മാവിനെതിരായിട്ട് ചെയ്ത പാപം. അനന്യാസ് സഫീറ. എന്താ സംഭവിച്ചതെന്നറിയാം. പിശാച് ഒരുപാട് വഴികൾ കൊണ്ടുവരും. ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ചുള്ള വഴികളാണ് കൊണ്ടുവരുന്നത്. ഇന്ന് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. കാര്യം വെച്ചാൽ ഇനിയും ഒരു എപ്പിസോഡ് കൊണ്ട് നമുക്ക് തീരുള്ളൂ. ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത് പിശാചിൻ്റെ തന്ത്രങ്ങളുടെ ഒരു മുഖവരെയാണ് പറഞ്ഞത്. എന്താണ് ചോദിച്ചാൽ, നമ്മളെ കൃപയിൽ നിന്ന് മാറ്റാനായിട്ട് പിശാച് തന്ത്രങ്ങൾ മെനയും. അത് ഓരോരുത്തർക്കും ഓരോ നേച്ചറായിരിക്കും.
ചിലർക്ക് പണത്തോട് യാതൊരു താല്പര്യവും കാണത്തില്ല. പണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു പിശാചിൻ്റെ ഒരു വഴി. ചിലർക്ക് പണത്തോട് യാതൊരു താല്പര്യവും കാണത്തില്ല. കാരണം അവർ റിച്ച് ഫാമിലിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന് അവർ കൊടുക്കാനായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും. പക്ഷേ അവർക്ക് വേറെന്തെങ്കിലും ആയിരിക്കും പ്രയാസം. ആ ഗേറ്റ് വേ അവൻ കയറും. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെങ്കിലും ഒരു ടാർഗറ്റ് ആ വ്യക്തിയെ വലിച്ച് കൃപയുടെ പുറത്തിടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറഞ്ഞത്, ഏതെങ്കിലും രീതിയിൽ ഞാൻ വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞ അങ്ങനെയാണ്. അതുകൊണ്ട് വിട്ട് വഷളായി പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു മണവാട്ടിയായി ഒരു ഒരു കല്യാണ നിശ്ചയം ചെയ്തൊരു സ്ത്രീ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യാതൊരു കുഴപ്പമില്ലായിരിക്കും. അനേകം ആളുകളെ ആയിട്ട് ഇൻ്റർനെറ്റ് വഴി ബന്ധപ്പെട്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരു അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ എൻ്റർലി ഡിഫറെൻ്റാണ്. അതുകൊണ്ട് ബൈബിളിൽ പറയുന്ന പാപങ്ങളെക്കാളും പുതിയ പാപങ്ങൾ ഒരുപാട് ഇപ്പം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടത് അത്ര റെലവൻസ് പലതിനും ഇല്ല എന്ന് ചിലപ്പം ചിന്തിക്കാം. കല്യാണം കഴിച്ചു, അങ്ങനെ ജീവിച്ചു, കുറച്ച് കഴിഞ്ഞ് വേറെ ജീവിച്ചു എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ദൈവിക പ്രമാണത്തിൽ നിന്ന് പുറത്ത് ചാടി വന്ന് നമ്മൾ ദൈവകൃപ വിട്ടുപോകുന്ന അവസ്ഥ, അത് പിശാചിൻ്റെ തന്ത്രമാണ്. അവിടെ കെട്ടുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, കെട്ടുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. പിശാച് ദൈവത്തിൻ്റെ മക്കളെ ബന്ധിക്കുമെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ കൃപയിൽ നിൽക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നേ? ഒന്ന്, ദ്രവ്യാഗ്രഹം കൊണ്ടുവരും, അവൻ്റെ തന്ത്രമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഗേഹസിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മളെ പല കാര്യങ്ങൾ ഇനിയും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കും. ഇത് തൊന്മാനമായി ഇത് വാച്ച് ചെയ്യുക. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതും ഞാൻ കൂട്ടത്തിൽ തന്നെ പറയുന്നതാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ പിശാചിൻ്റെ ബന്ധനമുണ്ടോ എന്നുള്ള സബ്ജക്റ്റാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് തീർക്കാമെന്ന് വിചാരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ദിവസങ്ങളിൽ പിശാച് തന്ത്രങ്ങൾ മെനയുമ്പോഴേ അതിൽ നിന്ന് അതിജീവിച്ച് നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ നിൽപ്പാനായിട്ട് കർത്താവെ സഹായിക്കണമേ. ഞങ്ങൾ ഒരിക്കലും വഷളായി പോകാനായിട്ട് ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ചില പൈശാചി അറ്റാക്കുകളിലൊക്കെ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരിത് കാണുന്നു. എന്നാൽ അവരതിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ഡെലിവറൻസ് ഈ ദിവസങ്ങളിൽ വന്നു ചേരട്ടെ അവരുടെ ജീവിതങ്ങളെ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞെങ്കിലേ, പൈശാചികമായ അറ്റാക്കിൽ അകപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രികാലം അടിയൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഡെലിവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ വലിയ വെളിപ്പാടുകൾ അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം വലിയ വെളിപ്പാടുകളായി, റെവലേഷനായി അവിടെ ഹൃദയങ്ങൾ വന്ന് അവരെ കർത്താവെ ആ വലിയ പിശാചിൻ്റെ തന്ത്രത്തിൽ നിന്ന് മാറ്റി അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളിന്മേലും ദൈവം ഈ രാത്രികാലം ഉത്തരം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ എന്ത് വിഷയമായാലും കർത്താവിനോട് ചേർന്ന് ഈ സമയത്ത് എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങൾക്ക് വലിയൊരു വിടുതൽ ദൈവം അയക്കുകയും സഹായിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ പ്രമാണങ്ങളിലേക്ക് തിരിയുവാനായി പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് തുടർമാനമായി വാച്ച് ചെയ്യുക. നമ്മൾ അടുത്ത എപ്പിസോഡ് ഇത് നമുക്ക് തീരും എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ ഇടുക. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.